ചരിത്രം വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന വർത്തമാനകാലത്ത് പൈതൃകം സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മ്യൂസിയം പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. പുരാവസ്തു വകുപ്പിന്റെ മുരിക്കഞ്ചേരി കേളു സ്മാരകത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂർ ജില്ലയിൽ മാത്രം 7 പുതിയ മ്യൂസിയങ്ങളാണ് നിലവിൽ വന്നത്. കണ്ണൂർ കാലത്തിനൊപ്പം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുരിക്കഞ്ചേരി കേളു സ്മാരകം നിർമ്മിക്കുന്നത്. അന്തർദേശീയ മ്യൂസിയം ദിനത്തിൽ നിർമ്മാണത്തിന് തുടക്കം കുറിക്കാനായത് ചരിത്ര നിയോഗമാണെന്നും ദിനാചരണത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംസ്ഥാനത്തൊട്ടാകെ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അംഗീകരിച്ചിട്ടുള്ളത് സംസ്ഥാന മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പിന്റെയും കേരള മ്യൂസിയത്തിന്റെയും നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ വരുന്ന ഒരാഴ്ചക്കാലം സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുക. അതിന്റെ ഭാഗം കൂടിയാണ് സംസ്ഥാന പുരാവസ്തു വകുപ്പ് കണ്ണൂരിൽ വൈദേശിക ആധിപത്യത്തിനെതിരെ പടപൊരുതിയ ഒരു ധീരയോദ്ധാവ് മുരിക്കഞ്ചേരി കേളുവിന്റെ നിത്യസ്മാരകത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് സമാരംഭം കുറിക്കുന്നത്. അതൊരു ചരിത്രത്തിന്റെ നിയോഗമാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. ലോകമെമ്പാടും 30,000-ഓളം മ്യൂസിയങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷത്തിലധികമായി നിരവധി മ്യൂസിയങ്ങൾ അഥവാ തീമാറ്റിക് മ്യൂസിയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ മാത്രം 7 മ്യൂസിയങ്ങൾ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി, പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ, നഗരസഭാ കൗൺസിലർ PV ജയസൂര്യൻ, സിയാദ് ആദിരാജ, KV ദിനേശൻ, വസന്ത് പള്ളിയാമൂല, TP മുഹമ്മദ് വാസിൽ, M ഉണ്ണികൃഷ്ണൻ, P ഹനീഫ, രാകേഷ് മന്തമ്പേത്ത്, G രാജേന്ദ്രൻ, മുഹമ്മദ് റാഫി, PC അശോകൻ, ഫാദർ ജോസ് മാത്യു, ഫാദർ റെയ്മണ്ട് വില്യം, K കൃഷ്ണരാജ് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.